Darling, you don't have to say it. You know you can trust me. It's okay, it's complicated. Nervous trip over my words. You're so pretty, it hurts. Baby, I'm yours. Baby, I'm yours. Baby, I'm yours. ഇതെന്താ അവന്മാർ ഇതുവരെ വന്നില്ലേ? ഒരുപാട് നേരമായല്ലോ പോയിട്ട്. അല്ല അർജുനെ, നീ എവിടെ പോയതാടാ? ഞാൻ വെറുതെ ചുമ്മാ പുറത്തുനിന്ന് നടക്കാൻ പോയത് വെച്ചാ അവര് വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ അവിടെ നിന്ന് സംസാരം കേട്ടായിരുന്നു. എന്നാ ഇച്ചാൻ ഇരിക്കി, ഞാനൊന്ന് അകത്താണേ. ഇവനെന്താ പറ്റിയ? വന്നപ്പോൾ അത്ര ഉത്സാഹമൊന്നും ഇല്ലല്ലോ. ആ, ഇച്ചാൻ വന്നായിരുന്നോ? അല്ല, അവന്മാരെ പോയിട്ട് കാണുന്നില്ലല്ലോ ഇച്ചായ. കുറെ നേരമായല്ലോ, നമുക്കൊന്ന് പോയി നോക്കിയാലോ? അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ലടാ. ലൂക്കയ്ക്ക് നമ്മൾ ആരെക്കാലും ഇവിടുത്തെ വഴിയൊക്കെ കാണാപ്പാടാ. എന്തായാലും അവൻ പോയ വഴിയെ തന്നെ തിരിച്ചും വരും. പിന്നെ വരാനുള്ള ടൈം ആയല്ലോ. ദേ വന്നല്ലോ. എല്ലാവരും ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിന്നാണോ? ഇതാ ലൂയിസ് ചേ, നിൻ്റെ തുണി ഇതെല്ലാവരും ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ടേ. അവരവരുടെ ഒന്ന് എടുത്തോണ്ട് പോകാൻ പറ. അപ്പോൾ ഞാനൊന്ന് റൂമിലോട്ടോണേ. കാശി ഒന്ന് വരുമോ? ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കണ്ടേ? എടാ അഭിനയ സിംഹമേ, എന്തൊരു സ്നേഹമാണ് നിനക്ക് അവനോട്. നിന്നെ ഞാൻ സമ്മതിച്ചു നോക്കാം. എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പിഴയ്ക്കും. പക്ഷെ നീ അഭിനയിച്ച് പിടിച്ചു നിൽക്കാം. പുലിയാടാ പുലി. നീ എന്തുവാടാ കിടന്ന് പിറുപിറുക്കുന്നേ? നിന്നുകൊണ്ട് ഇതൊക്കെ എടുത്ത് അകത്തോണ്ട് വയ്ക്കടാ. എന്നിട്ട് ഇവിടെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയൊക്കെ ചെയ്യാൻ നോക്ക്. നിന്ന് പിറുപിറുക്കുന്നു. അല്ലെങ്കിൽ തന്നെ സമയം 6 മണിയായി. ഇപ്പൊ ഇതാന്ന് പറഞ്ഞ് രാത്രിയാവും. രാത്രിത്തേക്ക് വല്ലതും കഴിക്കണമെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കണ്ടേ? നീയും കൂടെ അല്ലേ കിച്ചൺ ഡ്യൂട്ടിക്ക്. പോയി ഉണ്ടാക്കാൻ നോക്ക്. ചെല്ലു. പോവാ ഇങ്ങനെ കൊണ്ട്. അല്ല അങ്കിള് പോയ കാര്യം എന്തായി? അല്ല ഇഷാൻറ്റി വല്ലതും പറഞ്ഞായിരുന്നോ? എന്തിനാ വിളിച്ചത്? എന്തെങ്കിലും പ്രശ്നമാണോ അങ്ങളെ? അതല്ല മോനെ, അതെന്തോ എസ്റ്റേറ്റിന്റെയോ എന്തോ സ്ഥലത്തിന്റെ എന്തോ സെറ്റിൽമെന്റ് ഇഷ്യൂ ആയിരുന്നു. അത് എന്നോട് പോയി ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പോയതാ. ആദ്യം ഞാനും വിചാരിച്ചു വേറെ എന്തെങ്കിലും പേഴ്സണൽ ആയിരിക്കും. പക്ഷെ അത്ര വലിയ പ്രശ്നമൊന്നും ആയിരുന്നില്ല. ഞാൻ ചെന്നപ്പോഴേ അവരങ്ങ് സൈൻ ചെയ്തു. പിന്നെ വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. അത് വേറെ ഒന്നുമില്ല. ആണോ? അല്ല ആൻറ്റി അവിടെ സേഫ് തന്നെ അല്ലേ? അല്ല സ്റ്റീഫൻ അങ്കിള് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലേ ആൻറ്റീൻ്റെ അടുത്ത്? ആവോ, അറിയാൻ പാടില്ല മോനെ. എന്തെങ്കിലും ചോദിച്ചാലും നിന്റെ ആൻറ്റി എന്നോട് പറയില്ലല്ലോ. ഞാൻ പോയി നിന്റെ അങ്കിളിനെ അടിക്കുമെന്നും പറഞ്ഞോളൂ. വല്ലതും പറഞ്ഞാലേ എനിക്ക് വല്ലതും അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനൊന്നും ചോദിക്കാനും നിന്നില്ല. വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് അവളുടേതായ ന്യായങ്ങളാണ്. അവൾക്ക് അങ്ങനെ ചെയ്യണം, അവൾക്ക് ഇങ്ങനെ ചെയ്യണം, അതിലൊന്നും നീ കയറി ഇടപെടാൻ വരണ്ട, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ ഞാനിനി അവളോട് പോയി എന്തൊന്നും പറഞ്ഞ് ചോദിക്കാനാ? അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ചോദിക്കാനും പോയില്ല, പറയാനും പോയില്ല. എന്തെങ്കിലുമൊക്കെ കാണിച്ചു വിട്ടട്ടെ. എപ്പോഴെങ്കിലും സഹോദരന്റെ ആവശ്യം വരുമെന്ന് തോന്നുന്ന ഒരു ടൈം കാണുമല്ലോ. ആ ടൈമിൽ വരട്ടെ. അന്ന് ഞാൻ അവളെ സഹായിച്ചോളാം. അല്ലാതെ ഞാനായിട്ട് അങ്ങോട്ട് കയറി ഒന്നും ചോദിക്കാനും പോകത്തില്ല, സഹായിക്കാനും പോകത്തില്ല. അവളായിട്ട് വരട്ടെ. അതിനേതായാലും അങ്കിള് കാത്തിരിക്കണ്ട. സണ്ണി അങ്കിൾ ഇവിടെ കാത്തിരുന്ന് മുഷിയത്തേ ഉള്ളൂ. ആൻറ്റി ആയിട്ട് ഒന്നിനും ഇങ്ങ് ഇറങ്ങി വരത്തില്ല എന്ന് അങ്കിളിന് നന്നായിട്ട് അറിയാമല്ലോ. അറിയാവേ. നിന്റെ ആന്റിയുടെ എല്ലാ മഹിമകളും എനിക്കറിയാം. അതൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവനാ ഞാനും. എന്റെ അനിയത്തിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് എന്നെ എടുത്തിട്ട് അടിച്ചിട്ടുണ്ട് കൊച്ചിനെ. അതെല്ലാം വിട്. മോനൊരു കാര്യം ചെയ്യും, പോയി ഫ്രഷൊക്കെ ആയിട്ട് വാ. അപ്പോഴത്തേക്കും ആ കിച്ചണിലോട്ട് പോയ അവതാരങ്ങള് ഫുഡ് വല്ലതും ഉണ്ടാക്കി വയ്ക്കുമായിരിക്കും. അത് നിന്നിട്ട് വേണം ഇന്ന് കിടക്കാനായിട്ട്. നല്ല ക്ഷീണമുണ്ട്. അവിടെ പോയി ചെറിയ ഫൈറ്റ് സീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോരാഞ്ഞിട്ട് ഇപ്പൊ സാധനം എടുക്കാൻ പോയിട്ട് വന്നവന്മാരുടെ കാല് നിക്കപ്പുറത്തില്ലാതെ വേദനയ്ക്കായിരിക്കും. അവന്മാർക്കൊക്കെ വല്ലതൊക്കെ കൊടുത്തിട്ട് കയറ്റിക്കിടത്തി ഉറക്കണം എല്ലാത്തിനും. മോൻ പോയി ഫ്രഷ് ആയിട്ട് വാ. ശരി ഞങ്ങളെ, എന്നാൽ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. അപ്പോൾ ശരി എന്നാ. എന്റെ പെങ്ങൾക്ക് എവന്റെ കാര്യത്തിൽ മാത്രം ഇന്നേ വരെ ഒരു തെറ്റും പറ്റിയിട്ടില്ല. അവൾ എങ്ങനെ വളർത്തണമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെയാണ് വളർത്തിയത്. ആകെയുള്ളൊരു കുറവ്
ഇവൻ സ്റ്റീഫന്റെ അനന്തരവനാന്നുള്ളത് മാത്രമാണ്. അതൊരിക്കലും ഞാനോ അവളോ കണക്കിലെടുക്കാൻ പോകുന്നില്ല. കാരണം ഞങ്ങളുടെ ബാക്കി മക്കൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും എവനും, എനിക്കും അവക്കും മരണം വരെ. നീ കിടന്നില്ലായിരുന്നോ? നീ കിടന്നോന്ന് പേടിച്ചാ ഞാൻ വന്നെ. അല്ല, ഇന്ന് നിന്നെ എവിടെ ആയിരുന്നു? ഞാൻ ഇവിടെയൊക്കെ നോക്കിയല്ലോ, കാണാനില്ലായിരുന്നല്ലോ. നീ എങ്ങോട്ടാ പോയ അതിനിടയ്ക്ക്? അത് ഞാന് ലൂക്കയുടെ കാശിയുടെ പിറകെ പോയതാ. എന്തിനാ നീ തിരക്കിയ? എന്തേലും അത്യാവശ്യമാണോ? ഞാൻ തിരക്കിയ വെറുതെയാ. പക്ഷെ നിനക്ക് എന്നെ നന്നായിട്ട് പേടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാശിക്ക് എന്തെങ്കിലും പറ്റിയ ലൂക്ക ഞാൻ വച്ചേക്കില്ല എന്ന് പറഞ്ഞപ്പോഴേ നീ അവരെ തിരക്കി ഓടിയല്ലേ, ലൂക്ക കാശിനെ വല്ല ചെയ്യുന്നതിന് മുമ്പേ. അതെനിക്ക് മനസ്സിലായി. നിനക്കെന്നെ എത്ര പേടിയാന്ന് ഞാൻ വിചാരിച്ചില്ല അർജുൻ. കഷ്ടം തന്നെ. അതെ, എനിക്ക് പേടിയാ. പക്ഷെ ആ പേടി ഉണ്ടായത് നിന്നെ പേടിച്ചിട്ടല്ല. അത് നീ മനസ്സിലാക്കണം. എനിക്ക് അവനോടുള്ള എന്റെ ആത്മാർത്ഥ പ്രണയം കൊണ്ടുണ്ടായ പേടിയാ. അവന്റെ കൈ കൊണ്ട് മറ്റവൻ എന്തെങ്കിലും പറ്റിയാ അവൻ തെറ്റുകാരനാവുമല്ലോ എന്നുള്ള ആ ചിന്തയാ എന്നെ അവരുടെ പിറകെ പോകാനായിട്ട് പ്രേരിപ്പിച്ചത്. അല്ലാതെ നീ വിചാരിക്കും പോലെ നിന്നോടുള്ള പേടിയല്ല. പിന്നെ ഞാൻ ഒന്നും ചെയ്യാത്തതുകൊണ്ട് വെറും മണ്ടനാണെന്നോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവനാണെന്നോ നീ വിചാരിക്കരുത്. അതിനൊക്കെ കഴിവുണ്ടായിട്ട് തന്നെയാ ഞാനും വളർന്ന് വലുതായി ഇവിടം വരെ എത്തിയിരിക്കുന്നത്. പിന്നെ നീ വെറുതെ കാശിയുടെ പിറകെ കിടന്ന് സമയം കളയണമെന്നില്ല. അവന്റെ പിറകെ നീ നടക്കുകയും വേണ്ട. നീ ഇനി തലകുത്തനെ നിന്നാലും എന്റെ പൊന്നു സിൻഡ, അവനെ നിനക്ക് അവന് ഈ ജന്മത്തിൽ കിട്ടാൻ പോകുന്നില്ല. ഞാനാ പറയുന്നത്. നിനക്ക് ഇത്ര എന്നോട് ഉറപ്പിച്ച് പറയാനുള്ള കോൺഫിഡൻസ് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. പക്ഷേ നീ ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് എന്നോട് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ നിനക്ക് അതിന്റെ കയ്യില് എന്തെങ്കിലും ഒരു കാരണം കാണും ഇങ്ങനെ പറയാനായിട്ടുണ്ടായ. അപ്പൊ ആ കാരണം എന്താന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയേനെ. പ്രത്യേകിച്ച് പറയത്തക്ക കാരണമൊന്നുമില്ല. പിന്നെ ഇനി എത്രയൊക്കെ ദുഷ്ടത്തിയാലും ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നീ പറഞ്ഞാലും എന്നെ പോലൊരു മനസ്സ് നിനക്കും ഉണ്ടല്ലോ. നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ വേറൊരാളെ സ്നേഹിക്കുന്നതെന്ന് അറിയുമ്പോൾ നമുക്ക് ഒരുപാട് വേദന എടുക്കും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയുന്നത്, വെറുതെ നീ കാശിയുടെ പിറകെ നടന്ന് സമയം കളയണ്ട. ഞാനിത് മുന്നേ നിന്നോട് പറഞ്ഞതാ, നീ എന്ന് ഈ പരിപാടി തുടങ്ങി അന്ന് തൊട്ട്. കാരണം അന്നേ എനിക്ക് കാശിയുടെ മനസ്സിൽ ആരാ ഉള്ളതെന്ന് അറിയായിരുന്നു. പിന്നെ കാശിയുടെ മനസ്സിൽ ഉള്ള ആള് ഒരിക്കലും തിരിച്ച് അവനോട് അത് കാണിക്കില്ലല്ലോ എന്ന് വിചാരിച്ചതിന്റെ ഉറപ്പില്ല നീ കാണിച്ചതിനൊക്കെ ഞാൻ കൂട്ടുന്നത്. പക്ഷെ ഇനി അതിന് ഞാൻ കൂട്ടിയിരിക്കത്തില്ല. നീ ഇതിപ്പോ ഇവിടെ വെച്ച് കളയണം. കാശിയോട് നീ ഇനി അമ്മാതിരി ഫീലിങ്സ് വെച്ചോണ്ട് നടക്കാൻ പാടില്ല. ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കാരണം ഉണ്ടെന്ന് നിനക്കറിയാലോ. വെറുതെ നീ ഇനി ഇത് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്നാൽ നീ ഇതുവരെ കണ്ട അപ്പാവി അർജുന ആയിരിക്കുമല്ലോ ഇനി കാണുന്നത്. I want only the reason for this. എനിക്ക് നീ പറയുന്നതിന്റെ റീസൺ മാത്രം അറിഞ്ഞാൽ മതി. അല്ലാണ്ട് നീ അപ്പാവിയാണോ അല്ലെങ്കിൽ നീ ടെററാണോ ഇതെന്ന് പറഞ്ഞിട്ട് സിയുടെ തലേന്നൊരു മുടി പോലും പൊഴിഞ്ഞു പോകാൻ പോകുന്നില്ല. സോ ലീവ് ഇറ്റ്. എന്നിട്ട് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് എന്തായാലും ഒരു കാരണം കാണുമല്ലോ, അത് പറ. നീ ഇപ്പോ ഞാൻ കാശിയെ നോക്കണ്ട എന്ന് പറയാനുണ്ടായ കാരണം. ഇനി എങ്ങാനും നിനക്ക് ലൂക്കയോട് തോന്നിയ അതേ ഫീലിങ്സ് കാശിയോട് തോന്നിയോ? അല്ല, പറയാൻ പറ്റില്ല. നീ ഒരു ഗേ ആണല്ലോ. അപ്പൊ പിന്നെ ഏതാണിനെ കണ്ടാലും നിനക്ക് തോന്നണമല്ലോ അതേ ഫീലിങ്സ്. സിൻഡ, മൈൻഡ് യുവർ വേർഡ്സ്. ഞാൻ നിന്നോട് ഒരിക്കൽ പറഞ്ഞു, എപ്പോഴും നീ വിചാരിക്കരുത് ഞാനൊരു മൊണ്ടനാണെന്ന്. പിന്നെ ഞാനൊരു ഗേ ആണെന്ന് അറിഞ്ഞതേ ഞാൻ അവനെ ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ്, അല്ലാണ്ട് 10,000 ആണുങ്ങളെ ഇഷ്ടപ്പെട്ടതിന് ശേഷമല്ല കേട്ടോ. എനിക്ക് ലൂക്കയോട് തോന്നിയ ഫീലിങ്സ് അത് സത്യമാണ്. അത് ഞാൻ ഗേ ആണെങ്കിലും അല്ലെങ്കിലും. പിന്നെ എനിക്ക് അതേ ഫീലിങ്സ് കാശിയോട് തോന്നാൻ ഞാൻ അത്ര ചെറ്റയല്ല. റിലാക്സ്. എന്നിട്ടും ഇത്രയൊക്കെ ഞാൻ നിന്നെ പ്രൊവോക്ക് ചെയ്തിട്ട് നീ എന്താ കാര്യമെന്ന് പറയുന്നില്ല. നീയായിട്ട് പറയുന്നു അത് സിൻ്റെ ആയിട്ട് കണ്ടുപിടിക്കണോ? ഞാനായിട്ട് കണ്ടുപിടിച്ചാ നിനക്കറിയാലോ എന്താ നടക്കാൻ പോകുന്നതെന്ന്. വെറുതെ നീ എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. മര്യാദയ്ക്ക് പറ, എന്താ കാര്യം? പറയാം. കാര്യം ഞാൻ നിന്റെ അടുത്ത് വ്യക്തമായി തന്നെ പറയാം. അത് നിന്നോടുള്ള പേടിയുണ്ടെന്നല്ല, എനിക്ക് നീ ഇത് പറഞ്ഞാലെങ്കിലും ഒഴിഞ്ഞു പോകുമല്ലോ എന്ന് എൻ്റെ മനസ്സ് എന്നോട് പറയുന്ന ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്. 2-3 വർഷം മുമ്പ് നമ്മൾ കോളേജിൽ പഠിച്ച കാലമൊക്കെ നിനക്ക് ഓർമ്മ ഉണ്ടോ? ആ ടൈമിൽ നമ്മളൊരു ടൂർ പോയായിരുന്നു. ആ ടൂറിൻ്റെ ഇടയിൽ വെച്ച് പല ഇഷ്യൂസും നടന്നു. പക്ഷെ അതൊന്നും നീ അറിയാൻ ചാൻസ് ഇല്ല. പക്ഷെ അതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ആ ഇഷ്യൂസിന്റെ ഇടയിൽ ചില കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം അന്നത്തോടെ എനിക്ക് മനസ്സിലായി. ആ ഒരേ ഒരു ടൂറോടുകൂടി കാശിക്ക് ലൂക്കെ ഭയങ്കര ഇഷ്ടമാണ്.
കാശി ഒരു ഗേ ആണ്. അത് അന്ന് ഞാൻ മറച്ചു വെച്ചു. അന്ന് ഞാൻ മറച്ചു വെച്ചതിന്റെ റീസൺ ഞാൻ നിന്നോട് വ്യക്തമായിട്ട് വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നിനക്കറിയാലോ. അതെ, എനിക്ക് ലൂക്ക ഇഷ്ടമായിരുന്നു. അന്ന് മുതല് ഈ നിമിഷം വരെ ഞാൻ വിചാരിച്ചത് ലൂക്ക ഒരിക്കലും കാശി അക്സെപ്റ്റും ചെയ്തില്ല. കാശിയോട് അവന് അങ്ങനെ ഒരു ഫീലിങ്സും ഇല്ല. കാശി എന്നും അവന്റെ ഒരു എനിമി ആയിരിക്കുന്ന. അത് അവനോടുള്ള ഭാഷയോ ദേഷ്യമോ കൊണ്ടൊന്നുമല്ല, ഞാൻ അങ്ങനെ വിചാരിച്ചത്. കാരണം ലൂക്കയുടെ പ്രവൃത്തിയും അവനോടുള്ള പെരുമാറ്റവും എല്ലാം അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇന്ന് ഒരു ദിവസം, ആ വൈകുന്നേരം ഒരു സമയം കൊണ്ട് എൻ്റെ ആ ചിന്തകളും എൻ്റെ ആ ഉദ്ദേശങ്ങളും എല്ലാം മാറ്റി മറിച്ചു അവർ രണ്ടുപേരും. കാരണം കാശി എത്രത്തോളമാണോ ലൂക്കയെ സ്നേഹിച്ചത് അതിനേക്കാൾ ഇരട്ടിക്കാം ലൂക്ക ഇപ്പൊ കാശിയെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവരെ രണ്ടുപേരെയും നമ്മൾ രണ്ടുപേരും ആര് വിചാരിച്ചാലും പിരിക്കാൻ പറ്റൂല. പിന്നെ നീയായിട്ട് ഇനി പിരിക്കാൻ തിരിഞ്ഞിറങ്ങിയാലും അത് നടക്കാൻ പോകുന്നില്ല. എന്നാലും ഞാൻ ഒരു കാര്യം പറയാം, എന്റെ ലൂക്ക എന്താണോ സന്തോഷത്തിൽ ആഗ്രഹിക്കുന്നത് അതെന്തും അർജുൻ ഇനി വാങ്ങിക്കൊടുത്തിരിക്കും. അതുകൊണ്ട് വെറുതെ നീ മെനക്കെട്ട് ഇറങ്ങണമെന്നില്ല അവരെ അടിച്ച് പിരിക്കാനായിട്ട്. അത് ഈ അർജുന് ജീവനുള്ള കാലം വരെയും അർജുൻ അതിനെ സമ്മതിക്കത്തില്ല. മനസ്സിലായോ? ഇപ്പൊ നീ പറയും അർജുൻ ഭയങ്കര പാവവാ, അവനൊരിക്കലും ആരെയും ദ്രോഹിക്കാൻ പറ്റൂല എന്നൊക്കെ നീ പറയുന്നുണ്ടാവും, നീ ഇതൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, ഈ ദ്രോഹവും ചീത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എപ്പോഴാണെന്നറിയോ? മനുഷ്യന് നിക്കക്കളി ഇല്ലാതാവുമ്പോൾ. അതായത് ആ മനുഷ്യൻ സ്വയമേ രക്ഷപ്പെടാനും അല്ലെങ്കിൽ അവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന ആൾക്കാരെ രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്തു തുടങ്ങുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്നെക്കാൾ അല്ലെങ്കിൽ ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും സ്നേഹിക്കുന്ന ലൂക്കയാ. അവന്റെ സന്തോഷം എന്താണോ അതാ എനിക്കും വലുത്. അപ്പോ അതിൻ്റെ ഇടയിൽ കയറാൻ വരുന്ന നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? പാടില്ല, ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. പിന്നെ ലൂക്കയുടെ കാര്യം അതെനിക്ക് മുമ്പേ തോന്നിയതാ. അവന്റെ ഇളക്കവും അവന് കാശിയോടുള്ള ഒരു ആട്ടവും എല്ലാം കണ്ടപ്പോ. പക്ഷെ കാശിയുടെ ഭാഗത്തുനിന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. എനിവേ, നീ നിന്റെ ലൂക്കയുടെ സന്തോഷങ്ങള് അവിടെ തന്നെ നിലനിൽക്കാനായിട്ട് ശ്രമിച്ചോ. ഞാൻ നിന്റെ ലൂക്കയുടെ സന്തോഷങ്ങള് പൊട്ടിച്ചെറിയാനായിട്ട് ശ്രമിച്ചോളാം ഇന്നു മുതൽ. പിന്നെ കാശി, അവനിനി ആരെ സ്നേഹിക്കോ ആരെയൊക്കെ സ്നേഹിക്കോ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. എൻ്റെ ലൈഫിൽ അവൻ എന്നും എനിക്കുള്ളത് തന്നെ ആയിരിക്കും. അതിന് ലൂക്കയല്ല, ലൂക്കയുടെ സ്ഥാനത്തിന് ഏതൊക്കെ മറ്റവന്മാർ വന്നാലും കാശി ഈസ് only for me. പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായല്ലോ ഏകദേശം. സോ നിന്നാലാവുന്ന എന്തും നിനക്ക് ചെയ്യാം. അതിന് നിന്റെ പുതിയ എനിമിയായ സിൻ്റെ തന്നെ നിനക്ക് പെർമിഷൻ തന്നിരിക്കുന്നു. സോ അപ്പം നമുക്ക് ഗ്രൗണ്ടിൽ കാണുന്നില്ല നല്ലത്. ഇങ്ങനെയുള്ള ടോക്സ് ഒക്കെ അങ്ങ് ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്, സുഖമായിട്ട് ഉറങ്ങും. അപ്പം ഞാൻ ആദ്യം നിന്നെ കൂടെ കരുവെട്ടാനുള്ള തന്ത്രങ്ങൾ പോയി മെനയട്ടെ. ശരിയെന്നാ. ഓ ഡാമിറ്റ്, ഇവക്കെന്താ പറഞ്ഞ മനസ്സിലാവാത്തത്? ഇവളുടെ നല്ലതിന് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഇവക്ക് ഇത്രയും കാലമായിട്ട് കൂടെ പഠിച്ച ലൂക്കയുടെ ക്യാരക്ടർ അറിയില്ലെന്ന് വെച്ചാൽ. അതിനോ കാശി പാവാം, പക്ഷെ ലൂക്ക അങ്ങനല്ല. ഇവക്ക് നന്നായിട്ടറിയാം അവൻ ആഗ്രഹിച്ചത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നവനാ. ഇവളിത് എന്തിനുള്ള പുറപ്പാടാ? ഏതോ രണ്ട് പെമ്പിള്ളേരെ തല്ലിയെന്നും പറഞ്ഞോണ്ട് അതിന്റെ ധൈര്യത്തിൽ ഇറങ്ങി തിരിച്ചേക്ക് പൊട്ടിക്കളി. ഇവിടെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ ഇവള് അനുഭവിക്കാൻ പോകുന്ന ഇതിനപ്പുറമായിരിക്കും. എന്റെ ദൈവമേ, കാത്തിരക്ഷിച്ചേക്കണേ. അതെ ലിയോ, എനിക്ക് തന്നോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അതിനെന്ത് ഇമ്മാനുവൽ, തനിക്കെന്നൊരു കാര്യം പറയാമല്ലോ. പിന്നെ താൻ പറയാൻ പോകുന്ന കാര്യം, തനിക്ക് ഞങ്ങളുടെ ഫാമിലിയിലെ ചില കാര്യങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊക്കെ ആണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. വേറെ വല്ലതാണെങ്കിൽ താൻ പറഞ്ഞോ, ഞാൻ റിപ്ലൈ തരാം. എന്താ കാര്യം? എന്താ? അതല്ല, എനിക്ക് തന്റെ ഫാമിലി കാര്യത്തില് ഡൗട്ടുണ്ട്. അത് മൈ ജോബ്, എനിക്കത് ഉറപ്പായിട്ടും ഡൗട്ടുണ്ട്. അതില്ല എന്നല്ല, ബട്ട് ഇതെന്റെ പേഴ്സണലാ. ഐ മീൻ ഇതെന്റെ ജോബുമായിട്ട് വരുന്ന കാര്യമല്ല.
ആൻഡ് ഇതൊരു പേഴ്സണൽ എൻ്റെ മാത്രമായിട്ടുള്ള കാര്യമാണ്. അത് തന്നോട് മാത്രമേ പറയാനും പറ്റത്തുള്ളൂ. സോ എടോ, തനിക്ക് എന്നെ അറിയാമോ? തന്നോട് സൂക്ഷിച്ച് നോക്കിക്കേ. അറിയാലോ, അതിന് ഞാൻ അതിനെ നിന്നെ സൂക്ഷിച്ചു നോക്കുന്നേ. എനിക്കറിയാം. അഡ്വക്കേറ്റ് ഇമ്മാനുവൽ, ഞങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്ന ഇപ്പൊ ഇഷ്യൂസിന് വരെ അപ്പീൽ കൊടുത്തിരിക്കുന്ന എന്റെ അപ്പന്റെ അപ്പീലും വാങ്ങിച്ചിട്ട് ആ കോർട്ടിലുള്ള അങ്ങേര് വെരിഫിക്കേഷൻ ആണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വീട്ടിലോട്ട് പറഞ്ഞു വിട്ട പാവം ഒരു അഡ്വക്കേറ്റ്, ഒരു അപ്പാവി അഡ്വക്കേറ്റ്. അറിയാം, ഇത്ര അറിഞ്ഞാൽ പോരെ. ഇനി തന്റെ ഫാമിലി കാര്യങ്ങളൊക്കെ അറിയണമെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. വേറെ എന്തെങ്കിലും ഇനി അറിയണോ? ഓ അതല്ല, വേറെ എവിടെയെങ്കിലും എന്നെ കണ്ടതായിട്ട് നീ ഓർക്കുന്നുണ്ടോ? ഒന്ന് നല്ലതുപോലെ ഓർത്തു നോക്ക്. എന്നെ നീ എവിടെയെങ്കിലും കാണും. ഒരു കണ്ണാടിയൊക്കെ വെച്ചൊരു പയ്യൻ, ഓർമ്മയുണ്ടോ? കോളേജിൽ പഠിക്കുമ്പോ കണ്ണാടി വെച്ച ഇമ്മാനുവൽ. ഈ ഫസ്റ്റ് ഇയറിലൊക്കെ ഉള്ള ചെക്കന്മാര് ഇമ്മു ഇമ്മു എന്നൊക്കെ വിളിക്കുന്ന, അതായത് അന്ന് ആ ഫുട്ബോളൊക്കെ കളിക്കുന്ന ഗ്രൗണ്ടിൽ ചർക്കി അടിച്ച് വീണ അവനല്ലേ നീ? ഓ, നിനക്ക് ഓർക്കാനായിട്ട് എന്റെ നല്ല കാര്യങ്ങളൊന്നും ഇല്ലല്ലേ? ചർക്കി അടിച്ച് വീണൊന്നും അത് കാല് തട്ടി വീണതാണ്. ഓർമ്മ വന്നല്ലേ, അത് മതി. ആ, ഓർക്കാനായിട്ട് നല്ല കാര്യം ഇല്ലാത്തത് എന്റെ കുറ്റമല്ല. എടാ ഇമ്മു, ഇമ്മു കുട്ടാ, നീ പണ്ട് മുഴുവൻ കോമഡി അല്ലായിരുന്നാണോ? അപ്പൊ പിന്നെ കോമഡി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ ഓർമ്മ വരുള്ളൂ. അല്ല, നിനക്ക് എങ്ങനെ അഡ്വക്കേറ്റ് ആവാൻ പറ്റി? നിനക്ക് ഇതിനൊക്കെയുള്ള ബുദ്ധി ഉണ്ടായിരുന്ന? ഓ, എവിടെ പോയാലും പരിഹാസമാണ് എന്റെ പൊന്നലിയോ എനിക്ക് കിട്ടുന്നത്. നീയും കൂടെ അത് തരല്ലേ. വേറെ ആര് തന്നാലും ഞാൻ സഹിക്കും, പക്ഷെ അത് നീ തന്നാ ഞാൻ സഹിക്കത്തില്ല. എനിക്ക് നിന്റെ ഈ റബ്ബിഷ് ഒന്നും കേൾക്കണ്ട. എനിക്ക് പറയാനുള്ള നീ കേൾക്കൂ പ്ലീസ്. നീ ഇതെങ്ങനെ എടുക്കും, ഏത് രീതിയിൽ എടുക്കുന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നില്ലേ, ആ പഠിക്കുന്ന കാലം തൊട്ട് എനിക്ക് നിന്നെ ഇഷ്ടം. ഒരുപാട് പ്രാവശ്യം പറയണമെന്ന് വിചാരിച്ചതാ. അപ്പോഴൊക്കെ എന്റെ സിറ്റുവേഷനും പിന്നെ ഞാൻ ഇതൊക്കെ വന്ന് പറയുമ്പോൾ നീ എങ്ങനെ എടുക്കുമെന്നും ഉള്ള ടെൻഷനൊക്കെ കാരണമാണ് ഞാൻ വന്ന് പറയാത്തത്. പിന്നെ അന്നൊക്കെ എല്ലാവരും നോക്കുമ്പോൾ ഞാൻ ഒരു കോമഡി കഥാപാത്രമായിരുന്നു. ആ ഒരു ക്യാരക്ടറിൽ നിന്നോട് വന്ന് പറയാനും ഞാൻ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പഠിച്ച് നല്ല നിലയിലൊക്കെ ആയിട്ട് നിന്നോട് പറയണമെന്ന്. പഠിച്ച് നല്ല നിലയിലൊക്കെ ആയപ്പോഴും അറിഞ്ഞ് നീ ഇത്രയും വലിയ ഫാമിലിയാണെന്നും നീ ഭയങ്കര ഇതാണ്, റിച്ച് ആണെന്നൊക്കെ. ഞാൻ പിന്നെ ഒരു ഓഫൺ ആയതുകൊണ്ട് അപ്പോഴും എനിക്ക് നിന്നോട് വന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് രാവിലെ നിന്റെ അനിയൻ വന്നെന്നെ ബ്രെയിൻ വാഷ് ചെയ്തു. അവനെല്ലാം അറിയായിരുന്നു. ലൂക്കയില്ലേ, അവൻ വന്ന് പറഞ്ഞില്ലെങ്കിൽ നീ കൈവിട്ട് പോകുന്നു, നിന്നെ പിടിച്ച് വേറെ ആരെങ്കിലും കെട്ടിക്കുമെന്നും അപ്പൊ നീ സഹിക്കുമെന്നൊക്കെ എന്നോട് ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് എന്തുകൊണ്ടോ നിന്നോട് പെട്ടെന്ന് പറയാനോ തോന്നി. എന്റെ പൊന്നിലെയോ, ഒരു കർണത്തടിച്ച മറു കർണം കാണിച്ചു തരാൻ ഞാൻ അത്ര മഹാത്മാവൊന്നും അല്ല, അത് സത്യമാണ്. പക്ഷെ എന്നാലും ഞാനിത് പറയുമ്പോൾ നിനക്കുണ്ടാവുന്ന മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് ചിന്തിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയാ. വേണമെങ്കിൽ നിനക്ക് എന്നെ ഇപ്പൊ തല്ലാം. പിന്നോട് ഇവിടെ നിന്ന് വെളിയിലിറങ്ങി 10 പേരെ മുമ്പ് വെച്ച് തല്ലരുത്. അഡ്വക്കേറ്റ് എന്നുള്ള പേരിന്റെ വിലയെ പോവും പ്ലീസ്. അതെ, നിനക്കൊരു മാറ്റമില്ലല്ലോടാ. എത്രയൊക്കെ നീ ആ കോമഡി പീസ് അല്ലെന്ന് തെളിയിക്കാൻ ശ്രമിച്ചാലും നീ അത് തന്നെയാന്ന് എനിക്ക് ഇപ്പൊ തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ നിന്നെ തല്ലാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഇത്രയും നാളെന്നെ ഒരാൾ സ്നേഹിച്ച സ്ഥിതിക്ക് ഞാൻ നിന്നെ തല്ലുന്നില്ല. പക്ഷെ നീ പറഞ്ഞ കാര്യത്തിനുള്ള മറുപടി അത് ഞാൻ കുറച്ച് ആലോചിക്കട്ടെ. ആലോചിച്ചിട്ട് പറയാം. എന്റെ ഈ പുസ്തക പുഴുവുള്ള തല വെച്ച് നോക്കുമ്പോ നിന്നോട് പറയേണ്ട ഉത്തരം ഒരുപാട് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നിന്നെപ്പോലൊരു കോമഡി പീസ് ചാർലി ചാപ്ലിന്റെ കൂടെ ലൈഫ് ഞാൻ നശിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. അത് ഞാൻ ഒരുപാട് ആലോചിച്ച് നല്ലതുപോലെ ആലോചിച്ച് എന്നിട്ട് മറുപടി പറയാം, കേട്ടാ? ഇപ്പം തൽക്കാലം വന്ന് നടന്ന് ഉറങ്ങാൻ നോക്ക്. അതാണ് നിനക്കും എനിക്കും നല്ലത്. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് ആ ബുദ്ധി കുറഞ്ഞ തലയിലെ പകുതി ബുദ്ധിനെ കേടാക്കണ്ട, കേട്ടാ? അത്രയെങ്കിലും ഇരിക്കട്ടെ. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിനക്ക് ആവശ്യം വരുന്നതായിരിക്കും. വന്നിടന്ന് ഉറങ്ങ, കേട്ടാ? ഗുഡ് നൈറ്റ്. ഉറങ്ങാം. ഇവൻ തന്നെ തല്ലാത്ത ഭാഗ്യം. തല്ലൊന്നും കിട്ടിയില്ലല്ലോ. ഞാൻ എന്തൊക്കെ പ്രതീക്ഷിച്ചതാ. ഞാൻ വിചാരിച്ച അവന്റെ അപ്പന്റെ ഗണ്ണും എല്ലായിടത്തും ഒളിച്ചു വെച്ചിട്ടുണ്ടാവും എന്നെ വെടിവെക്കാനെന്ന്. അതൊന്നും ഉണ്ടായില്ലല്ലോ. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടന്നില്ല. സമാധാനം. ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടെങ്കിലും വേണ്ടൂല. ഇഷ്ടമില്ലെന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, അപ്പൊ അവൻ എൻ്റെ അടുത്ത് എന്തൊക്കെയുണ്ട്. അയ്യോ, ഇനി സംസാരിച്ചോണ്ടെന്ന് അവൻ്റെ വായിരിക്കുന്നേക്കും. മിണ്ടാതെ പോയി കിടന്നുറങ്ങുന്നതാണ് നല്ലത്. അയ്യോ, ഇവ ആലോചിച്ചിട്ട്
ഉണ്ടെന്ന് തന്നെ പറയണേ കർത്താവേ. ഇല്ലെന്നങ്ങനെ പറഞ്ഞ വീണ്ടും ഞാൻ മൂഞ്ചി തിരിച്ച് തേമാളിയായി പോവും. അതിനേക്കാളും നല്ലത് പോയി ചാവുന്നതാ. പിന്നെ ഞാൻ അവന്റെ മുഖത്ത് എങ്ങനെ നോക്കും? കർത്താവേ, ഞാൻ ഉണ്ടെന്ന് മാത്രമേ പറയാവേ.